സംതിങ് ഫിഷി. വാട്ട്? നീ ഒന്ന് ഊതിക്കേ. ലച്ചു, ഞാൻ എന്തിനാ ഊതുന്നേ? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. ലച്ചു, നീ പറയുമ്പോ നീ ആരാ, പോലീസാണോ? എന്ത്? അല്ല ചേച്ചി പോലീസ് വേഷത്തിൽ ഇരിക്കുന്ന ആലോചിച്ച് ചിരിച്ചു. കൊച്ചേ നീ മേടിക്കുവേ. ഊതടാ. ഞാൻ എന്തിനാ ഊതുന്നേ? അമ്മ ബോധം കിട്ടു വിട്ട്. കല്ലുവേ മിണ്ടാതിരുന്നോ? ലച്ചു, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കല്ലേ. എന്റെ ക്ഷമയെ പരീക്ഷിക്കത് മര്യാദയ്ക്ക് ഊതിക്കോ. എന്റെ പൊന്നിന്നാ. അളിയാ, അളിയൻ ഞങ്ങളെ കൂട്ടാതെ പോയി പബ്സ് തിന്നല്ലേ? നമ്മുടെ കള്ള എന്നെ കൂട്ടാതെ പബ്സ് തിന്നല്ലേ? പോയി തരുവോ രണ്ടെണ്ണം കൂടെ, ടെൻഷൻ ആക്കാറ്. എന്റെ പൊന്നു ലച്ചു, ഞാൻ ഒരു കാര്യം പറയാം. ചുമ്മാ ഇല്ലാത്ത കാര്യം പറഞ്ഞ് വളച്ചൊടിക്കാൻ നിക്കല്ലേ. ഈ പോക്ക് പോവുകയാണെങ്കിലേ നിന്നെ ഞാൻ വളച്ചൊടിക്കും. സത്യം പറ, നീ എന്തിനാണ് കഫേ പോയത്? നീ ഏത് കൂട്ടുകാരനാണ് കണ്ടത്? മാനസിക സമ്മർദ്ദം, പീഡനം, പ്രഷർ, ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിട്ടാണ് ദുബായ് തന്നെ ഇങ്ങോട്ട് ലീവിന് വിളിച്ചു വരുത്തിയത്. ഈ മാനസിക സമ്മർദ്ദവും പീഡനവും പ്രഷറൊക്കെ തുടങ്ങിയിട്ടില്ലല്ലോ. അതൊക്കെ തുടങ്ങാൻ പോണേലേ ഉള്ളൂ. എന്റെ പൊന്നെ, എന്തോ ലച്ചു, എന്തോന്ന് ബഹളം ഇത്? അത് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂലേ? ആ വന്നിട്ട് 3 വെള്ളിയാഴ്ചയിലേ ആയോളൂ. അതിന് മുന്നേ അവന് വാഷ് ഔട്ട് ആക്കോ? ഇതിന് വേണ്ടിയാണോ അവൻ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്ന നീ? അമ്മ മിണ്ടാരി അമ്മായി, ഇവനെ ഞാൻ ശരിയാക്കും. എന്റെ അമ്മായി, സംശയരോഗം. ഇവക്ക് ഭയങ്കര സംശയരോഗം. ഞാൻ ഇവളുടെ ബ്യൂട്ടി പാർലറിന്റെ വാതിക്കെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്റെ പഴയ ഒരു സുഹൃത്ത് വണ്ടിക്ക് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. തൊട്ടപ്പുറത്തുള്ള കാഫയിൽ പോയി ചായ കുടിച്ചു. പിന്നെ വീട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇതിനിപ്പോ എന്താ പ്രശ്നം? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, അത്രേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് ഭാര്യ ഇരിക്കണ്ട്. എന്നെ കൊണ്ടേ കാണിച്ചില്ല കൂട്ടുകാരനെ, എന്നിട്ട് ഇത്രയും ദൂരമുള്ള വീട് കാണിക്കാൻ കൊണ്ടു നിൽക്കുന്നു. സിദ്ധുവേ, ലച്ചു പറഞ്ഞൊരു പോയിന്റ് ആണല്ലോ. എന്നാ അമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇവളുടെ ബ്യൂട്ടി പാർലറിനകത്ത് പൊട്ടിയൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ എങ്ങനെയാ കൊണ്ട് കാണിക്കുന്ന ഒരാളെ കൊണ്ട്? സിദ്ധു പറഞ്ഞത് പോയിന്റ് അല്ലേ ലച്ചു? പാർവണിയാ, നിന്നെ കൊണ്ടുപോ. പൊള്ളുന്നുണ്ടല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പോയി തരൂ. എനിക്ക് കുറച്ച് സമാധാനം വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകും കേട്ടോ. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോയി തരാമേ. അയ്യോ, അമ്മായി ഉദ്ദേശിച്ച് പറഞ്ഞ അല്ല ഞാൻ. അത് കുഴപ്പമില്ല, ഞാൻ പോയി തരാം. അല്ല പോയി. ചിരിയിലൊരു കള്ളത്തരം. എന്ത് കള്ളത്തരം? സത്യം പറ സിദ്ധു, നീ നിന്റെ കൂട്ടുകാരനെ കണ്ടപ്പോ ഞാൻ ആ പാർലറിൽ ഇരിക്കുന്ന കാര്യം നീ മറന്നുപോയതല്ലേ? ഇതെന്തൊക്കെയാ ലച്ചു പറയുന്നേ? ഇങ്ങനെയൊക്കെ ഒരാളോട് പറയാൻ പാടുണ്ടോ? ലച്ചു, നീ കല്ലെന്ന് പറയാൻ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലേ? എന്റെ പൊന്നെ, ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാണോ പൊന്നെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? എന്നെ കൊല്ല്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമില്ല? എന്നെ കൊല്ല്. എന്നാ പിന്നെ മക്കൾക്ക് കൂട്ടിരിക്കാൻ പാടില്ലായിരുന്നോ? അത് പറയാൻ തന്നെയാണല്ലോ. നിന്റെ അച്ഛനെ മികച്ചൊരു നടനാ. അച്ഛനോട് പറയാം സിനിമയിലും നടനായിട്ട് അഭിനയിക്കാൻ. എന്നാ പിന്നെ അമ്മയ്ക്ക് അഭിനയിച്ചൂടെ? അമ്മ ഓഡീഷന് പോവാട്ടോ. പക്ഷെ അമ്മയ്ക്ക് കിട്ടൂല. എന്താ? എനിക്ക് സൗന്ദര്യമില്ല. കൊഴപ്പില്ല, എന്റെ കുഞ്ഞിന് സൗന്ദര്യം ഉണ്ടല്ലോ, അത് മതി. കുഞ്ഞാ, വല്ലതും കഴിക്കണ്ടേ? എന്നാ വാ. സിദ്ധു എന്തേ മോളെ? ആക്കറിയാം, അവിടെ എവിടെയെങ്കിലും കാണും. എന്താടി പ്രശ്നം? ഗൗരി എന്തൊക്കെയോ പറയുന്ന കേട്ടു. എന്റെ അമ്മൂമ്മ, ഈ നെഞ്ചത്തടിയും കലച്ചിലൊക്കെ നമ്മൾ എന്തോരം കണ്ടിട്ടുള്ളതാ ഈ വീട്ടില്. പിന്നെ ആണുങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ്, എന്തെങ്കിലും കളത്തരം കാണിച്ചിട്ട് ഓടെ ഞാൻ നെഞ്ചത്തടി കൊല്ലും പറഞ്ഞുള്ള നേരം വിളി. എന്റെ ലച്ചു, നീ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കല്ലേ. ചേച്ചി, ശരിക്കും ചേച്ചിയുടെ പ്രശ്നം എന്തുവാ? എന്റെ പ്രശ്നം പറഞ്ഞാൽ മാഡം പരിഹരിച്ചു തരൂ. പലഹാരമായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു, ഇപ്പൊ പരിഹാരമായി പോയില്ലേ? അമ്മൂമ്മ നോക്കിക്കോ, ഇന്ന് ഞാനേ അവനെ പൊളിച്ചടുക്കും. അവന്റെ സത്യങ്ങളൊക്കെ ഞാൻ ചൂഴ്തെടുക്കും. என்ன லட்சு இது? நம்ம சித்து ரொம்ப பாவம் தான், கள்ளத்தரம் எல்லாம் காமிக்க மாட்டான்.
ആന്റി അവൻ പണ്ട് കളത്തിലൊന്നും കാണിക്കൂലായിരുന്നു. ഇപ്പൊ ഓരോന്നൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. കേശവൻ അങ്ങനെ ആശാനാവണ്ട. അപ്പൊ അച്ഛന് കേശവ എന്ന് പേരുണ്ടോ? ആ അച്ഛന് കേശവൻ എന്ന് പേരുണ്ട്. ഞാൻ ഇത് കണ്ടേ ഇല്ല. എന്റെ പൊന്നു ലച്ചു, നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു ഇവിടെ വലിയ അടി ഉണ്ടാക്കാതെ ഞാൻ വെറുതെ വിട്. വിട്ടുകളെ. ഇവിടെ ചെറിയ പ്രശ്നം ഞാൻ വിടുന്നില്ല, പിന്നെയാണ് ഇത്രയും വലിയ പ്രശ്നം. ശരിക്കും എന്താ പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം ഞാൻ അറിയും. അപ്പോഴാണ് ശരിക്കുള്ള പ്രശ്നം തുടങ്ങാൻ പോണത്. ദൈവമേ, ഒരു വിധത്തിൽ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. പറ്റുന്നില്ലല്ലോ. അമ്മായിക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെയാണ് അവൻ അഭിനയിച്ച് മനസ്സിലാക്കാൻ പോണത്. കനകം ബാ, നമുക്ക് അടുപ്പായിരിക്കുന്ന രസം എന്തോ എന്ന് നോക്കാം. രസമാ? നമ്മ വെക്കവേ ഇല്ലേ അമ്മ? എന്നാ പിന്നെ ബാ വയ്ക്കാം. മക്കളൊന്നും കഴിച്ചില്ലല്ലോ, ബാ നമുക്ക് കഴിക്കാം. ആറങ്ങോട്ടാ, ബാ ഇങ്ങോട്ട്. പാറു നീയും ചൊല്ലി. എടി നിന്റെ നോട്ടം കാണുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിങ്ങൾക്ക് അടി ഉണ്ടാക്കണമെങ്കിൽ റൂമിൽ കയറി അടി ഉണ്ടാക്കുക. എന്തിനാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കണേ? അതിന് നല്ലത് അമ്മായി റൂമിൽ കയറി പോണതല്ലേ. എന്നാലും എന്റെ ലച്ചു, ഞാൻ നിന്നെ മറന്നുപോയെന്ന് നീ പറഞ്ഞില്ലേ, അതെനിക്ക് കൊണ്ടു. സിദ്ധുവേ, എന്തൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറ. ഇതാണ് നിനക്ക് എന്നെ വിശ്വാസമില്ല, ഒട്ടും വിശ്വാസമില്ല. ഇല്ല, വിശ്വാസമില്ല. ശരി, ഞാൻ വിശ്വസിക്കാം. നീ ഒരു കാര്യം ചെയ്യും, കൊച്ചിനെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അത് വേണ്ട വേണ്ട വേണ്ട. ഇതാ ഞാൻ പറഞ്ഞേ, ലച്ചൂസിന് എന്റെ അടുത്ത് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിശ്വാസമില്ല എന്ന്. എനിക്കറിയാവുന്ന ഒരു ലച്ചു ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നതും എന്നെ മാത്രം സ്നേഹിക്കുന്ന ലച്ചു. ഇത് വേറെ ഏതോ ലച്ചു. ലച്ചൂസിന് എന്നെ മനസ്സിലാവുന്ന പോലും ഇല്ല ഇപ്പൊ. ഭർത്താവാന്ന് നോക്കൂല, പറ്റിച്ച് തരിഞ്ഞേ. ലച്ചു പയ്യെ പറ, ആൾക്കാരെ കേൾക്കും. എന്റെ പൊന്നു സിദ്ധു, ഒന്നാമത് നിനക്ക് കള്ളം പറയാൻ അറിയാൻ പാടില്ല. അതിന്റെ കവർ ചെയ്യാൻ വേണ്ടി അവന്റെ ഒടുക്കത്തെ ഒരു അഭിനയവും. എന്തിനാ പറ്റാത്ത പണിക്കൊക്കെ പോവാൻ നിൽക്കണം? ലച്ചൂസേ, ഞാനൊന്ന് സത്യം പറയട്ടെ. നീ ബ്യൂട്ടി പാർലറിനകത്തോട്ട് കയറിയില്ലായിരുന്നോ? ആ സമയത്ത് എന്റെ ഒരു പഴയ ഫ്രണ്ട് വന്നു. ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്തെ കാഫിൽ പോയി ചായ കുടിച്ച് സംസാരിച്ചു. പിന്നെ ഈ വീട്ടിലോട്ട് വന്നു. അപ്പൊ ചെറുതായിട്ടൊന്നും നിന്റെ കാര്യം പറ്റിപ്പോയി. സോറി. മനസ്സിലായി? അപ്പൊ അതിന്റെ അർത്ഥം നിന്റെ മനസ്സിൽ ഞാനില്ല. അങ്ങനല്ല ലച്ചൂസേ, എനിക്ക് പറ്റിപ്പോയതാടാ. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാടാ, സീരിയസ്ലി. ലച്ചൂസേ, ഈ ഭാര്യനെ മറക്കുന്ന ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. അയ്യോ എന്റെ പൊന്നു ലച്ചൂസേ, അങ്ങനൊന്നും പറയല്ലേ. ലച്ചൂസേ, നീ ചങ്ക് കണ്ട ഇതൊന്ന് വിട്ടുപോണെന്ന് നോക്കി. നീയും കൊച്ചുവാണ് അതിനകത്തുള്ളത്. തുറക്ക്. ലച്ചൂസേ, ക്ഷമിക്കണം, പറ്റിപ്പോയി. ഇനി നിന്നെ എവിടെ മറന്നു വെച്ച് കഴിഞ്ഞാലും അവിടെ ഞാൻ തിരിച്ചെടുത്തോണ്ട് വന്നോളാം. സോറി, മാപ്പ്. എന്താണേലും മുട്ടുകുത്തിയല്ലേ. Will you marry me? Will you marry me again? Sorry. It's okay.